ഗുഡ് മോർണിംഗ്. ഞാൻ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് ഡ്രൈവ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്ന് നൈറ്റ് ഓഫ് ആണ്, അതിൻ്റെ ഒരു സന്തോഷം എക്സ്ട്രാ ഉണ്ട്. ചെന്ന് കിടന്ന് ഉറങ്ങാമല്ലോ, ഇന്നിനിയും വൈകിട്ട് ഡ്യൂട്ടിക്ക് പോകണ്ടെന്ന് ഓർക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ. പിന്നെ ഇന്നൊരു ബിസി ഡേ ആയിരിക്കും, കാരണം പിള്ളേർക്ക് ഇന്ന് സമ്മർ ക്യാമ്പ് തുടങ്ങുകയാണ്. അവരെ കൊണ്ടാക്കണം 10 മണിയാകുമ്പോഴത്തേക്കിന്. വിളിച്ചു പറഞ്ഞായിരുന്നു കുറച്ച് സാധനമൊക്കെ മേടിക്കാനുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കടയിലൊക്കെ കയറി പാല് മേടിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. മമ്മി അത് പറഞ്ഞ് എന്നെ കളിയാക്കി ചിരിക്കുകയാണ്. പാലിൻ്റെ ഒപ്പം വേറെ കുറേ സാധനങ്ങൾ മേടിച്ചു കൂട്ടിയിട്ടുണ്ട്. പിന്നെ ഈ പീസ് ലില്ലി ആണെങ്കിൽ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്ന് മേടിച്ചാണ്. കാരണം ഞാൻ മേടിക്കണമെന്നൊക്കെ ആഗ്രഹിച്ച് ചെല്ലുമ്പോൾ ഇതവിടെ കാണുകയല്ല, അല്ലാത്തപ്പോൾ ഇതവിടെ നിരന്നിരിക്കുന്ന കാണാമേ. ഞാനപ്പോൾ ഒന്ന് ഫ്രഷായി വന്നപ്പോഴത്തേക്കിന് ഇവർ ഫുഡും ഒക്കെ കഴിച്ചു, പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയായി. രാവിലെ 10 മണി തൊട്ട് ഉച്ചയ്ക്ക് ഒരു 2 മണി വരെയാണ് കേട്ടോ ഇവരുടെ സമ്മർ ക്യാമ്പ്. അപ്പം നമ്മൾ കൊണ്ടുവിടുകയും വേണം, വിളിച്ചുകൊണ്ട് വരികയും വേണം. പിന്നെ ലഞ്ചൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് കൊടുത്തു വിടണം, വെള്ളമൊക്കെ കൊടുത്തു വിടണം. 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള പിള്ളേർക്കാണ് കേട്ടോ ഈ ക്യാമ്പ് ഇവിടെ അറേഞ്ച് ചെയ്തേക്കുന്നത്. പിന്നെ പ്രായം അനുസരിച്ച് ഗ്രൂപ്പുകളായിട്ട് തിരിച്ചാണ് ഇവരുടെ ഓരോ ഗെയിംസും കാര്യങ്ങളും ഒക്കെ. ഇനിയും ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഇവർ വന്നു കഴിയുമ്പം വലിയ കഥകളായിട്ട് പറയും നമ്മളെടുക്കലേ. ഞങ്ങൾക്ക് ഇന്ന് രാവിലെ കഞ്ഞിയും പയറുതോരനും അച്ചാറും ഒക്കെ ആയിരുന്നു കേട്ടോ. കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്താനം ഒക്കെ പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു, എന്നാൽ മമ്മി നമുക്ക് ടൗണിൽ പോകാമെന്ന്. അങ്ങനെ ചുമ്മാ അതൊരു കാര്യവുമില്ലാതെ രാവിലെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോഴാണ് അന്നക്കുട്ടി മുത്തു മേടിക്കണം, അവൾക്ക് എന്തോ ക്രാഫ്റ്റ് ചെയ്യാനാന്നൊക്കെ പറഞ്ഞത് ഓർമ്മ വന്നത്. മമ്മി അങ്ങനെ അതിൻ്റെ ഒരു സെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അവരുടെ ക്യാമ്പ് കഴിഞ്ഞ സമയമായപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ എത്തി. അവരെയും കൂടെ കൂട്ടിക്കൊണ്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. ഓട്ടത്തിൻ്റെയും ചാട്ടത്തിൻ്റെയും ഒക്കെ ക്ഷീണം മക്കളുടെ 3 പേരുടെ മുഖത്ത് നല്ലോണം കാണാനുണ്ടായിരുന്നു കേട്ടോ. കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞു കുളിച്ചിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് 3 പേരും ഒന്ന് കയറി കിടന്നോളാനെന്ന്. ഞാൻ പറഞ്ഞതിൽ ആർക്കും ഒരു എതിരഭിപ്രായവും ഇല്ലാതെ ബെഡ് കണ്ട പാടെ 3 പേരും കിടന്ന് നല്ല സുഖമായിട്ട് ഉറങ്ങിയിട്ടുണ്ട്. ആ നേരം കൊണ്ട് മുത്തുപെട്ടിയുമായിട്ട് മമ്മി ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അന്നക്കുട്ടിയും കൂടെ വന്നിട്ട് ഇതൊക്കെ തുടങ്ങിയാൽ പോരേന്ന് ചോദിച്ചപ്പം ഇല്ല, അവൾ എഴുന്നേൽക്കുമ്പം ഒരു സർപ്രൈസ് കൊടുക്കാനാന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ആവേശത്തിലിരുന്ന് മുത്തു ഓർക്കുകയാണേ. പിന്നെ ഇത് കൊടുത്തതിൻ്റെയും കിട്ടിയതിൻ്റെയും സന്തോഷമാണ് കേട്ടോ ഇവരുടെ 2 പേരുടെയും മുഖത്തെ. അന്നക്കുട്ടിക്ക് ചെറിയ നാണമൊക്കെ വരുന്നുണ്ട്.